നമ്മളെ നമ്മളെ മനസ്സിലാക്കി സ്നേഹിക്കുന്നവരുമുണ്ട്. പക്ഷെ നമ്മുടെ ഈ റീച്ച് കണ്ട് നമ്മളെ ഇഷ്ടപ്പെടാതെ വെറുക്കുന്നവരുണ്ട് ചേച്ചി. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സായിപ്പും തൊപ്പിയൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്താൽ പോലും ഒരുപക്ഷെ ഈ ഷസാമിന് എന്താ പറയുക, ഞാൻ ഇപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഫണ്ണായിട്ട് തോന്നും. പക്ഷെ എങ്കിൽ പോലും എൻ്റെ സോഷ്യൽ മീഡിയയിലെ റീച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചാൽ വലിയ കാര്യമാണ്, ഉള്ള കാര്യം പറയാലോ. കാരണം ഞാൻ വളരെ കുറച്ച് പോസ്റ്റുകൾ മാത്രമേ ഇട്ടുള്ളൂ, ഏകദേശം ഒരു 79-80 പോസ്റ്റുകൾ മാത്രമേ ഇട്ടുള്ളൂ. ഈ 80 പോസ്റ്റിൽ നിന്നാണ് ഏകദേശം ഒരു 87-90K സംതിങ് ഫോളോവേഴ്സ് എനിക്ക് കിട്ടിയത്. 90,000 ഫോളോവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെ. ഓക്കെ, ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ തന്നെയാണ് ഒരു 80K അല്ലെങ്കിൽ ഒരു 90K. അപ്പോൾ എനിക്കത് വളരെ എന്താ പറയുക സന്തോഷമായിട്ട് തന്നെ തോന്നുന്നത്. അപ്പോൾ എൻ്റെ ഫോളോവേഴ്സ് കുറവാണെങ്കിൽ പോലും ഞാൻ ഇടുന്ന ഓരോ കണ്ടന്റ്സ് ഭയങ്കര റീച്ചാണ്, എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഈ പറയുന്ന ഓൾഡ് കണ്ടന്റേഴ്സ് ഇല്ലേ, ഈ പറയുന്ന സീനിയേഴ്സ് ആയിട്ടുള്ള ഈ സെലിബ്രിറ്റീസ് ഒക്കെ ഇല്ലേ, സീനിയേഴ്സ് ആയിട്ടുള്ള ഈ സെലിബ്രിറ്റീസ്, ഈ ഷസാം ആണെങ്കിൽ പോലും അയാളൊരു ഐഫോൺ വിരോധി ആണെങ്കിൽ പോലും ഇയാളെ ഇറക്കി റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. പുറത്തെ രാജ്യത്തെ ആൾക്കാരും പിന്നെ എന്താ പറയുക സമൂഹത്തിൽ എല്ലാവരും വെറുക്കപ്പെടുന്ന ഒരാൾക്കാരെ മാത്രമേ ഇയാൾ തിരഞ്ഞെടുത്ത് റിയാക്ട് ചെയ്യാറുള്ളൂ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ, പക്ഷേ ഈ പറയുന്ന ഷസാം എന്ത് കാരണത്തിലാണ് എൻ്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് എനിക്കറിയാൻ പാടില്ല. പുള്ളിക്കാരൻ മനഃപൂർവ്വം എൻ്റെ ലൈഫിൽ ഒരു പേഴ്സണലായിട്ട് എൻ്റെ ലൈഫിൽ ഒരു എന്താ പറയുക ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കാൻ വേണ്ടിയാണോ, എൻ്റെ ലൈഫിൽ ഒരു പ്രശ്നങ്ങൾ വരുത്തി തീർക്കാൻ വേണ്ടിയാണോ, ഇങ്ങനെ എല്ലാവരിൽ നിന്ന് എനിക്കൊരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യിക്കാൻ വേണ്ടിയാണോ എൻ്റെ വീഡിയോ ഇങ്ങനെ റിയാക്ട് ചെയ്തെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ആ വീഡിയോ കണ്ട സമയത്ത് ഇയാളെ എന്നെ കൊച്ചാക്കുന്ന രീതിയിലും വളരെ മോശമായിട്ട് കളിയാക്കുന്ന രീതിയിലും എന്താ പറയുക ഇനി ഇവൻ സോഷ്യൽ മീഡിയയിൽ വളരാൻ പാടില്ല, ഇവനെ വളരാൻ അനുവദിക്കാൻ പാടില്ല, അങ്ങനെ ഇവന്റെ ഫാൻസ് ആയിട്ടുള്ള ഒരുപാട് പേരെടുത്ത് ഇവനിങ്ങനെ എൻ്റെ വീഡിയോ റിയാക്ട് ചെയ്തിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ എൻ്റെ വീഡിയോ റിയാക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അയാളോട് റെസ്പെക്റ്റ് പോയായിരുന്നുള്ളത് പറയാലോ. ഞാൻ മനസ്സിൽ എനിക്ക് വിഷമം ഉണ്ടാവുക ചെയ്തു സത്യം പറഞ്ഞാൽ. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റയിൽ ഈ വീഡിയോ അയച്ചു തന്നു, ഇവിടെ സ്റ്റോറി അയച്ചു തന്നു. അപ്പോൾ ഞാൻ എടുത്ത് നോക്കി വെച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായി പോയി. എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വേണ്ട, എന്നെ സപ്പോർട്ട് ചെയ്യണ്ട, ഇയാൾക്ക് എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട, പൊക്കോട്ടെ, ഞാൻ ആരും നിർബന്ധിച്ചിട്ടില്ല. എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ മാത്രം കണ്ടായി, അല്ലെങ്കിൽ ആരും കാണണ്ട, എനിക്ക് ഒരു കുഴപ്പമില്ല. ഓക്കെ, ഞാനെടുക്കുന്ന വീഡിയോയിൽ തെറിവിളി ഉണ്ട്, പ്രശ്നമാണ് എങ്കിൽ, ഞാനൊരു നെഗറ്റീവ് പേഴ്സൺ ആണ് സോഷ്യൽ മീഡിയ എങ്കിൽ, ഈ പറയുന്ന ഞങ്ങളുടെ നാട്ടിലുള്ള സ്റ്റേഷനിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ ഞാൻ പണ്ടേ ചെല്ലേണ്ടതാണ്. എനിക്ക് വയലൻസ് കിട്ടേണ്ടതാണ്. ഞാൻ ഭയങ്കര വിയേർഡായിട്ട് സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് വയലൻസ് കിട്ടേണ്ടതാണ്, എനിക്കിനി വീഡിയോസ് ഇടാൻ പറ്റില്ല എന്ന രീതിയിൽ സംസാരിക്കേണ്ടതാണ്. പക്ഷേ ഈവൻ എൻ്റെ ചേച്ചി എൻ്റെ നാട്ടിലല്ല, എൻ്റെ നാട്ടിലാണെങ്കിലും അല്ലെങ്കിൽ അപ്പുറമുള്ള നാട്ടിലാണെങ്കിലും എനിക്ക് പോലീസുകാരന്മാർ വരെ ഫാൻസ് ഉണ്ട്. ചേച്ചിക്കറിയോ, ഞാൻ കള്ളം പറയുന്നില്ല. ഒരുപാട് എന്താ പറയുക ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നവരുണ്ട്. ഓക്കെ, നീ പറയുന്ന എൻ്റെ അടുത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, തൊടുപുഴ സർക്കിളിലെങ്ങാണ്ട് വർക്ക് ചെയ്തുകൊണ്ട് സാറന്മാർ രണ്ടുപേരും വന്ന് എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, നീ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ പോലും നീ പറയുന്ന കണ്ടന്റിൽ കാര്യമുണ്ട്, അതാണ് ഞങ്ങൾക്ക് നിന്നെ ഇഷ്ടം എന്നുള്ള രീതി പറഞ്ഞു. ഓക്കെ, പിന്നെ എന്തുകൊണ്ട് ഈ ഷസാമിനെ ഇഷ്ടപ്പെടാത്ത കാരണം എനിക്കറിയത്തില്ല. ഷസാം എൻ്റെ ആ വീഡിയോ റിയാക്ട് ചെയ്ത ഒറ്റ കാരണത്തിൽ ഇന്ന് എൻ്റെ ലൈഫ് ഭയങ്കര ശോകമായിട്ടാണ് പോകുന്നത്. സത്യം പറയാം, എനിക്ക് പുറത്ത് എന്താ പറയുക, എനിക്ക് പുറത്ത് മുഖത്ത് മാസ്ക് വെക്കാണ്ട് ഇറങ്ങാൻ പറ്റില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇപ്പം അവൻ്റെ ഫാൻസ് എല്ലാം പറയുമായിരിക്കും, ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ ഷസാമിൻ്റെ ഒരു റിയാക്ട് ചെയ്ത വീഡിയോക്ക് തിരിച്ചും റിയാക്ഷൻ കൊടുത്തല്ലോ. തീർച്ചയായിട്ടും ഞാൻ കൊടുത്തു. ആ റിയാക്ഷൻ കൊടുത്തതിന് ശേഷം എന്തായിരുന്നു സംഭവിച്ചത് ശരിക്കും? ചേച്ചി ഞാൻ പറഞ്ഞ ചേച്ചി, എന്നെ അങ്ങനെ റിയാക്ട് ചെയ്തപ്പോൾ ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയാം, അപ്പോൾ നിങ്ങളെല്ലാവരും കേൾക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഞാൻ റീസെൻ്റ് ആയിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഞാൻ ഷസാമിൻ്റെ, ഞാൻ ആ റിയാക്ഷൻ ചെയ്ത വീഡിയോ, എൻ്റെ വീഡിയോ ഞാൻ ഇട്ട് അതിന് ഷസാം റിയാക്ട് ചെയ്തു. ആ റിയാക്ട് ചെയ്ത വീഡിയോ ഞാൻ തിരിച്ചെടുത്ത് ഞാൻ റിയാക്ട് ചെയ്തു എൻ്റേതായുള്ള രീതിയിൽ. അപ്പം ഞാൻ ചെയ്ത എൻ്റെ ഭാഗം കൊണ്ടൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ അച്ഛനെ ഞാൻ വിളിച്ചിട്ടില്ല. പക്ഷേ കണ്ടന്റ് ബേസിൽ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ അവനെ അച്ഛനെ തെറി വിളിച്ചു, അവൻ്റെ അച്ഛനെ ഞാൻ തെറി വിളിച്ചു എന്നുള്ള രീതിയിലാണ് നിൽക്കണേ. ഞാൻ നിൻ്റെ തന്തയാടാ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അത് എഡിറ്റേഴ്സ് പോയവർ കുറേ പേര് ആ വീഡിയോ റീസെൻ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനെല്ലാം ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു കേട്ടോ, കാരണം ഈ ഒരു ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അങ്ങനെ ഞാനത് പേഴ്സണലി ഞാൻ ആ വീഡിയോയ്ക്ക് തന്നെ പറഞ്ഞു, ഞാൻ ഷസാം ബ്രോ ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ വെച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇപ്പം വിക്കി എന്നെ റിയാക്ട് ചെയ്ത വീഡിയോ ആണെങ്കിൽ പോലും അവനും ഞാനും പേഴ്സണലായിട്ട് സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അവനൊരു കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല, ഞങ്ങൾ ആ ഒരു മൈൻഡിൽ എടുക്കത്തുള്ളൂ. ഞങ്ങളിത് ജസ്റ്റ് ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കത്തുള്ളൂ. അവന് മനസ്സിലാക്കാനുള്ള ബോധമുണ്ട്, എനിക്ക് മനസ്സിലാക്കാനുള്ള ബോധമുണ്ട്. ഷസാം ബ്രോ അങ്ങനെയല്ലേ കേട്ടോ. ഷസാമിനെ ഞാൻ അച്ഛനെ തെറി വിളിച്ചത് ആണെന്നൊക്കെ പിള്ളേരുടെ അടുത്തൊന്ന് പറഞ്ഞു. അപ്പം ആരും എന്നോട് പറഞ്ഞില്ല ഷസാമിനെ തെറി വിളിച്ചതിന് നീ സോറി പറയാൻ, ആരും എന്നോട് പറഞ്ഞില്ല. പക്ഷെ എങ്കിൽ പോലും എൻ്റെ ഒരു മര്യാദയ്ക്ക് ഞാനായിട്ട് തന്നെ പോയി, സോഷ്യൽ മീഡിയയിൽ ഞാനായിട്ട് തന്നെ പോയി, എനിക്കും എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ഫാൻസ് ഉണ്ടല്ലോ, പക്ഷെ ഇവരുടെയൊക്കെ ആ സ്നേഹം പോലും ഞാൻ മനസ്സിലാക്കാതെ ഞാൻ തന്നെ സോറി പറഞ്ഞു. വിക്കിയോടും സോറി പറഞ്ഞു, ഷസാമിനോട് സോറി പറഞ്ഞു,
ഞാൻ പറഞ്ഞു ബ്രോ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും നിങ്ങൾക്ക് ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ്, സോറി എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോഴും ഞാൻ പറയാം, എനിക്ക് അവരോട് യാതൊരു പരിഭവമില്ല, ദേഷ്യമില്ല. എനിക്ക് അവരോട് എന്താ പറയാ, ഞാൻ അവരെ ചീത്ത വിളിച്ചാൽ അവർക്ക് ഫീൽ ആയിട്ടുണ്ടെങ്കിൽ സോറി എന്ന് ഞാൻ പറയാം. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇത് പേടി കൊണ്ട് പറയുന്നില്ല, എൻ്റെ ഒരു മര്യാദ കൊണ്ടും മാത്രം ഞാൻ പറയുന്നത്. ഓക്കെ, കാരണം എന്താ പറയാ, മാതാപിതാക്കളെ തെറി വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ എൻ്റെ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിരുന്ന സമയത്ത് ഞാൻ അത് തെറി വിളിച്ചതായിരിക്കാം. ഓക്കെ, അപ്പൊ അതിന് മാത്രമാണ് ഞാൻ അയാളുടെ അടുത്ത് സോറി പറയാൻ തയ്യാറാന്ന് പറയുന്നത്. ഇപ്പൊ പിന്നെ വിക്കി എന്നെ റിയാക്ട് ചെയ്ത വീഡിയോയിൽ വിക്കി ലാസ്റ്റ് എന്നെ പറയുന്ന ഒരു വാക്ക് താവൂട്ടിയ. ഓക്കെ, അപ്പൊ ആ താവൂട്ടി പറയുന്നതിന്റെ അർത്ഥം ചുരുക്കമൊന്നുമല്ല, ഏകദേശം ഒരു എന്താ പറയാ 500,000 പീപ്പിളിനെങ്കിലും അറിയായിരിക്കും. ഓക്കെ, അതിന്റെ അർത്ഥം എന്താണ്. അപ്പോ എന്നെ താവൂട്ടി അവസാനം അവൻ എന്താ പറയാ വിക്കി വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അവൻ ഒരു ഫൺ ക്യാരക്ടർ. സത്യം പറഞ്ഞാൽ വിക്കി ഭയങ്കര എന്താ പറയാ ജെന്യുവൻ ആയിട്ടുള്ള പേഴ്സൺ ആണ്, അവൻ പാവമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോ ഞാനും തിരിച്ച് ആ ഒരു കണ്ടന്റിന്റെ ബേസിൽ മാത്രം ഞങ്ങൾ സംസാരിച്ചായിരുന്നു. അളിയാ നീ എന്നെ തെറി വിളിച്ചു, താവൂട്ടി തെറി വിളിച്ചു, ഞാനും തിരിച്ച് അതുപോലെ തന്നെ പറയാം, നിനക്ക് വിഷമാവുമല്ലോ, നീ ചെയ്യളിയാന്ന് അവൻ പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ ഞാനും തിരിച്ച് അത്ര പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ഇത് എങ്ങനെയാണ് ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് മാറിയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ എന്നെ വിളിച്ച് കരഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ ജീവിതം അവസാനിപ്പിക്കുവാണെന്ന് എൻ്റെ അടുത്ത് കരഞ്ഞോണ്ടാണ് പറയുന്നത്. കുറേ നേരം ഞാൻ 10 മിനിറ്റോളം സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ 2 ദിവസമായി ഞാൻ ശരിക്കും പറഞ്ഞ ഒന്ന് കിടന്നുറങ്ങിയിട്ട് 2 ദിവസം ഞാൻ കിടന്നുറങ്ങിയിട്ട്. സത്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനായിട്ട് ചേച്ചി ഒന്ന് മനസ്സിലാക്കണം, ഞാൻ ആരടുത്തും കള്ളത്തരം ചെയ്യാനോ ഒരു പ്രശ്നത്തിനോ ഞാൻ പോകാത്തൊരു മനുഷ്യനാണ്. ഓക്കെ, എന്നിട്ട് ഈ ഷസാം ബ്രോ ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം ലൈവ് വന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ ചീത്ത വിളിച്ചതിന് ഞാൻ വേറെ ഒരു പ്രശ്നത്തിനും പോകില്ല, ഞാൻ വേറെ ഒരു കാര്യത്തിനും പോകില്ല, അവൻ്റെ അക്കൗണ്ട് ബാൻ ആക്കാൻ പോകില്ല, ഞാൻ വെരിഫൈഡ് ആണ്, ഞാൻ എങ്കിൽ പോലും ഞാൻ അവൻ്റെ അക്കൗണ്ട് ബാൻ ആക്കാൻ പോകില്ല, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഞാൻ സംസാരിക്കത്തുള്ളൂ. ഓക്കെ, ദാറ്റ്സ് നൈസ്, എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ അവന് നല്ലോണം എന്താണ് ചങ്കുറപ്പുള്ളൊരു മനുഷ്യനെ എനിക്ക് മനസ്സിലായി. നമ്മൾ സംസാരിക്കും, നേരിട്ട് കണ്ട് സംസാരിക്കും, പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്യും, ദാറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ വേറെ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിവൻ്റെ മനസ്സിൽ പകയായി കിടക്കുമെന്നും ഒരു വിദ്വേഷം ഉണ്ടാക്കുമെന്നും ഇവന്റെ ലൈഫിൽ ഇത് കുറെ ഇമ്പാക്ട് ചെയ്യുന്നു. എന്നെ പോലുള്ള വളരെ എന്താ പറയുക നിസ്സാരക്കാരനായ ഒരു സാധാരണക്കാരൻ ഒരു വീഡിയോ ഇവന്റെ അടുത്ത് റിയാക്ട് ചെയ്ത് കുറെ പേര് ട്രോളായിട്ട് എടുത്ത് ഇവന്റെ ലൈഫിൽ അത് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കും നീ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഇതിനേക്കാളൊക്കെ അപ്പുറം ട്രോളുകളും വേറെ രീതിയിലുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇവന്റെ ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അതൊന്നും പ്രശ്നമല്ല. പക്ഷെ എന്നെ പോലെ ഒരു സാധാരണക്കാരൻ ഞാൻ വളരെ സത്യം പറയാൻ ഞാൻ ഇപ്പോഴും ചേച്ചിയോട് പറഞ്ഞല്ലോ, ഞാൻ വളരെ ഫണ്ണായിട്ട് ചെയ്ത കാര്യമാണ്. അവനും ഫണ്ണായിരിക്കാം, ഞാനും ഫണ്ണായിരിക്കാം, അങ്ങനെ ചെയ്ത വീഡിയോ ആണ്. പക്ഷെ ഇത് ഇത്ര ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഒരിക്കലും കരുതിയില്ല കേട്ടോ. അതിലിപ്പോൾ എല്ലാവരും കണക്കാക്കുന്ന ഏറ്റവും വലിയ കുറ്റക്കാരൻ ഞാനാണെന്ന. പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മര്യാദയ്ക്ക് ആരെയും റിയാക്ട് ചെയ്താൽ പോയിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ വീഡിയോ എടുത്ത് വെറുതെ അനാവശ്യമായിട്ട് റിയാക്ട് ചെയ്യും, ഒരു ആവശ്യമില്ല അദ്ദേഹത്തിന് റിയാക്ട് ചെയ്യും, ഞാൻ ആ തിരിച്ച് റിയാക്ട് ചെയ്യും. അവിടെ തൊട്ട് തുടങ്ങിയ പ്രശ്നം വിക്കി തക്കിലേക്ക് എത്തുകയും വിക്കി തക്കി എൻ്റെ വീഡിയോ എടുത്ത് വീണ്ടും റിയാക്ട് ചെയ്യും. ഒരു പ്രശ്നമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഷസാമിനെ റിയാക്ട് ചെയ്യുന്ന വീഡിയോ വിക്കി എടുത്ത് റിയാക്ട് ചെയ്തു. അങ്ങനെ വിക്കി എന്നെ താവൂട്ടി തെറി വിളിച്ചു. അതെനിക്ക് നല്ലോണം കൊണ്ടു. കാരണം അവൻ്റെ വീഡിയോ ഏകദേശം ഒരു 34 lakhs സംതിങ് ആൾക്കാരത് കണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു പറഞ്ഞില്ലേ മോശമല്ലേ, നമ്മൾ ആമ്പിള്ളേരല്ലേ. ഞാനും തിരിച്ചു പറഞ്ഞു അതൊക്കെ ഞങ്ങളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തോളൂ എന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. അവൻ അങ്ങനെ എടുത്തോളൂ, ഞങ്ങൾ സംസാരിച്ചപ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇത് ഷസാം അങ്ങനെയല്ല എടുത്തത്. ഷസാം അവന് പേഴ്സണലായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇത്രയും ഫെയിമായിട്ട് നിൽക്കുന്ന ആളല്ലേ. നമ്മുടെ കൊച്ചി മെട്രോയിൽ തന്നെ അവൻ്റെ ഫ്ലെക്സ് ബോർഡൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവൻ അത്രയും പൊസിഷനിൽ വെക്കുന്ന ആളെ ഒരിക്കലും നമ്മളെപ്പോലുള്ള സാധാരണക്കാരൻ കൈ ചൂണ്ടി സംസാരിക്കാൻ പാടില്ല, എന്താണ് തെറി വിളിക്കാൻ പാടില്ല, ഇയാൾ മോശക്കാരനെന്ന് പറയാൻ പാടില്ല. എല്ലാവരും എവരി മസ്റ്റ് എന്താ പറയുക, എല്ലാവരും അവൻ നല്ലൊരു പേഴ്സൺ ആണെന്ന് പറയണം. ഷസാം ഈസ് എ ഗ്രേറ്റ് ജെന്റിൽമാൻ എന്നൊക്കെ പറയണം. ഒരിക്കലും പറ്റില്ലാത്ത കാര്യം, ഉള്ള കാര്യം പറയാലോ. ഒരാൾ തെറ്റുകാരനാണെങ്കിൽ തെറ്റുകാരനെന്ന് മനസ്സിലാക്കാനുള്ള ബോധം വേണം. അല്ലെങ്കിൽ എന്താണ് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കയറി വന്നൊരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഓക്കെ ഫൈൻ, ഞാൻ എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കാണ്, ഞാൻ ചെയ്ത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധവും അത് പറയാനുള്ള ഒരു ബോധം ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ പ്രശ്നങ്ങൾ ഇവിടെ വരെ എത്തിച്ചേരില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആകപ്പാടെ റിയാക്ട് ചെയ്തിട്ടുള്ളത് 3 പേരെയാണ്. ഒന്ന് വിക്കീനെയും, ഒന്ന് ഷസാമിനെയും, പിന്നെ ഒരാളുമുണ്ട്. അയാളുടെ പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം അവർ പെൺകുട്ടിയാണ്. അയാളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ റീച്ചിന് വേണ്ടി ഏത് ലെവൽ വരെ എന്താ പറയുക പോകാൻ പറ്റുക പറഞ്ഞിട്ടുള്ളതല്ലേ, അങ്ങനെ ഒരാളാണ്. ഓക്കെ, റീച്ച് കിട്ടാൻ വേണ്ടി എന്ത് വൃത്തികെട്ട പണിയും കാണിക്കാൻ ഒരു മടിയില്ലാത്ത ഒരു പെണ്ണാണ് അവള്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ അവളെ സോഷ്യൽ മീഡിയയിലേയും കളിയാക്കി വിളിക്കാറുള്ളത് കളിക്കാരി എന്ന് പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ അവളൊരു അങ്ങനെയാണ് ഒരു സ്ത്രീയെ കളിയാക്കി വിളിക്കാൻ പറ്റുക.
സ്ത്രീയെ കളിയാക്കി വിളിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾ എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനെയൊക്കെ തെറി വിളിക്കുമ്പോൾ എനിക്ക് ഏകദേശം അങ്ങനെ വിളിക്കുന്നവർക്ക് എനിക്ക് കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. വിളിച്ച വീഡിയോ ഇപ്പോഴും നിലവിലുണ്ടോ? ഉണ്ടല്ലോ, എത്രയോ വീഡിയോകൾ റീസെന്റ് ആയിട്ട് കുറച്ച് വീഡിയോകളിലൊക്കെ എന്തോരം പറയുന്നുണ്ട്. പക്ഷെ അവള് പറയുന്നത് അങ്ങനെയല്ല. ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു. ഞാൻ ആ വ്യക്തിയെ പറയുന്നില്ല, പേരും പറയുന്നില്ല. ആ വ്യക്തിയുടെ വീഡിയോയിൽ പറയുന്നുണ്ട്, താങ്കൾ ഒരു സ്കാമറാണ്, ഏറ്റവും വൃത്തികെട്ട രീതിയിലാണ് വിളിച്ചിരിക്കുന്നത്, ഒരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ, അതായത് ഒരു സ്ത്രീയെ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റാത്തത്ര ബാഡ് വേർഡ്സ് എന്നല്ല, അവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ്. ആരുമല്ല ഒരാൾക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഞാനല്ല മൂക്കുത്തിക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകുന്നത്, മൂക്കുത്തിയല്ല എനിക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് തരുന്നത്. നമ്മൾ രണ്ടുപേരും അല്ല, നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് മൂന്നാമതൊരാളെ ഈ പറഞ്ഞ പേരിൽ എങ്ങനെ വിളിക്കാൻ പറ്റും? അതിനകത്ത് തന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, പറയാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആ വീഡിയോയിൽ പറയുന്നത് ഏറ്റവും വൃത്തികെട്ട രീതിയിലാണ്. എങ്ങനെയാണ് നിങ്ങൾക്കത് സാധിക്കുന്നത്? അപ്പം നിങ്ങളുടേത് ഒരാൾ റിയാക്ട് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഫീൽ ആകുകയും നിങ്ങൾക്ക് മറ്റൊരാളെ അങ്ങനെ വിളിക്കാനുള്ള ഞാനൊരു പെൺകുട്ടീനെ മോശമായിട്ട് അത്രയ്ക്കും വില കുറച്ച് സംസാരിക്കുന്ന വീഡിയോ അവൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ടോ? ഞാൻ തെറി വിളിക്കണതോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അത്രയ്ക്ക് മോശമായിട്ട് സംസാരിക്കുന്ന വീഡിയോ എന്തെങ്കിലും അപ്ലോഡ് ആക്കിയിട്ടുണ്ടോ? അല്ല, ആ വ്യക്തി അങ്ങനെയാണ് അതിനകത്ത് പറഞ്ഞത്. ആ വ്യക്തി അങ്ങനെ പറഞ്ഞോട്ടെ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ചേച്ചി, ഞാൻ അത് തെളിയിക്കേണ്ട നിങ്ങളുടെ മാത്രം ബാധ്യത. ശരിയാണ്, അതായത് ഞാൻ തെളിയിക്കാം. ഗെയിമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളിക്കാരൻ. അപ്പോ ഒരു പെൺകുട്ടിയാണ് ഒരു ഗെയിം കളിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? കളിക്കാരി. ഞാൻ അത്രേ പറഞ്ഞോളൂ. അതെങ്ങനെ ഒരു തെറ്റായി മാറും എനിക്കറിയില്ല. ഷീ ഈസ് എ വെരി ഗുഡ് സ്ട്രീമർ. ഓക്കെ, അവള് നല്ല സ്ട്രീമറാണ്, നല്ല കളിക്കാരിയാണ്, നല്ല ഗെയിമറാണ്. സോ ഞാൻ പച്ചയായ മലയാളത്തിൽ സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ.